Hello. Hey, hi. Hi Da, how are you? I'm good. How are you? I'm good. ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാ. കല്യാണമായോണ്ട്. എങ്ങനെ മനസ്സിലായി? What? No. സത്യം. You're getting married. Yes. അത് പറയാൻ Oh വേണ്ടി my God. Okay. ഞാൻ എല്ലാവരെയും ഒന്നും വിളിക്കുന്നില്ല, കുറച്ച് പേരെ വിളിക്കുന്നുള്ളൂ. പിന്നെ അധികം ആർഭാടമായിട്ടുള്ള ഒരു കല്യാണം എന്നല്ല, റിലേറ്റീവ്. എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ്. ചെറുക്കൻ്റെ പേര് രാഹുൽ എന്നാണ്. ആള് ലണ്ടനിൽ സെറ്റിൽഡ് ആണ്. അപ്പൊ കല്യാണം കഴിഞ്ഞ് ഞാൻ ലണ്ടനിലോട്ട് പോവും. ഞാൻ ലണ്ടനിൽ പോണ്ടേ? അപ്പോ ഞാൻ ലണ്ടനിൽ പോകുന്നതാണോ പ്രശ്നം, കല്യാണം കഴിക്കുന്നതാണോ പ്രശ്നം? ഇതൊന്നും കളഞ്ഞിട്ട് നീ ലണ്ടനിൽ പോകുന്ന ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ രാഹുൽ ഞാൻ കെട്ടാമെന്ന് ചെറുക്കൻ. You sound so weird. Sorry, Riya. I don't trust you. എനിക്ക് ഞാൻ പറയട്ടെ, സത്യത്തില് കല്യാണത്തിന് റിയാസും ഡെയ്സിയും അപർണയും ജാസ്മിനെ ഞാൻ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും പേര് എന്തായാലും വരണം. ഒരുപാട് പേര് ഇത് ആക്ച്വലി ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ. ഓക്കെ, പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കണം എന്നുള്ള എൻ്റെ ഒരു തീരുമാനമായിരുന്നു. നമുക്ക് ഇവിടെ നിർത്തിയാലോ? ബിഗ് ബോസ് ഞാൻ എപ്പോഴാ പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്ന്? കണ്ടോ, ഇത് പെരിക്കായില്ലേ പ്രാങ്ക് കോള്? ഇത് പ്രാങ്ക് കോളാ. ഞാൻ അങ്ങനെ ഒരു ലണ്ടനിലുള്ള ഒരു രാഹുലിനെയും കെട്ടാൻ പോകുന്നില്ല. ഓക്കെ, മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഇന്റർവ്യൂല് അപ്പൊ എനിക്കൊരു പ്രാങ്ക് കോള് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ താങ്ക് യു സോ മച്ച്. അല്ല, എനിക്കൊരു സംശയം ഇപ്പോഴും ബാക്കിയുണ്ട്. ഞാൻ എപ്പോഴാ ബിഗ് ബോസിൽ കല്യാണം കഴിക്കാൻ മുട്ടിരിക്കാന്ന് പറഞ്ഞേ? അപ്പൊ തിരിച്ച് എന്നെയും പ്രാങ്ക് ചെയ്തതല്ലേ? താങ്ക് യുടാ, അറ്റ്ലീസ്റ്റ് നീ എന്റെ കോളെങ്കിലും എടുത്തല്ലോ. അപ്പൊ ഞാൻ ഇതൊന്നും വിട്ടൊന്നും പോവില്ലെന്ന് ഉറപ്പല്ലേ? അതെനിക്ക് ഉറപ്പില്ല. നീ അങ്ങനെ കളഞ്ഞിട്ട് പോവാ ലണ്ടനിലേക്കല്ല. Yes, you are right. Oh, thank you. Okay, Riyaz, thank you so much. പാർവതി ഇവിടെ ഉണ്ട്, എന്തെങ്കിലും പറയാനുണ്ടോ? ഹായ് റിയാസ്, താങ്ക് യു സോ മച്ച്. നമ്മളൊരു പ്രാങ്കിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞത്, അപ്പൊ തന്നെ റിയാസിനെ വിളിച്ചിട്ട് കല്യാണമായി എന്നൊക്കെ പറയാന്ന് പറഞ്ഞിട്ട് ഫുൾ ആള് സെറ്റായി. അങ്ങനെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അല്ലേ ദിൽഷനെ? പിന്നെ അങ്ങനെ കേരളത്തിൽ നിന്ന് വിട്ടുകൊടുക്കോ? അതന്നെ. ഓക്കെ, അപ്പൊ താങ്ക് യു. അനുഭവിക്കാനുണ്ടെന്ന് കേട്ടോ പറഞ്ഞു, ഇനി ഒരുപാട് അനുഭവിക്കാനുണ്ടെന്ന്. അത് നമ്മളിങ്ങനെ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അത് ബിഗ് ബോസിൽ പോയവർക്ക് ഇത് അനുഭവിക്കേണ്ടത് ഒരു നെസസിറ്റിയാണ്. യെസ്, അതിനൊരു എൻഡിങ് ഇല്ല, അതിങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. അതിങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. നമ്മളങ്ങനെ വെറുതെ വിടാൻ ആരും ഉദ്ദേശിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ ബൈ. ഭാഗ്യം വേറൊന്നും പറഞ്ഞില്ലല്ലോ. ഓക്കെ, ഇനി ഒരു സർപ്രൈസ് ഉണ്ട്, കാണിക്കട്ടെ. ടെൻഷൻ ആവുന്നത്. ടെൻഷൻ ഒന്നും വേണ്ട. അയ്യോ, അത് എവിടെ പോയി? കഷ്ടപ്പെട്ട് ഡിലീറ്റ് ആയി പോയോ? അയ്യോ, ഇല്ല ഇല്ല. വേറാരും കിട്ടില്ല. കേക്ക് കേക്ക്, ആ മഞ്ഞ വരവൊക്കെ കാണും. പിന്നെ ഞാൻ തന്നെയാണ്. എവിടെ പോയാലും ഇതുണ്ടാവും. ആക്ച്വലി ഇത് എവിടെ പോയാലും ഈ പണ്ടാറുണ്ടാവും നീ ഇപ്പൊ വിചാരിക്കുന്നുണ്ടായിരിക്കും. യെസ്, ഓഫ് കോഴ്സ്. സോ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളു ചോദിച്ചിട്ട് മറുപടി വരെ ഇച്ചിരി ബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ മണ്ണ ബുദ്ധി കളിക്കുന്ന യാത്രയാണല്ലോ. To say that I'm so happy and glad where you are today, and you're one hell of a woman, and I'm proud, and I'm happy that I met you. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ഏപ്രിൽ എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. സോ ഒരു 14 Pro Max 50 ലക്ഷം കിട്ടിയല്ലേ. 14 Pro Max 256GB മറക്കല്ലേ? ഇത് ഫാൻസ് എല്ലാവരും കൂടെ തലമുറ അടിച്ചു പൊട്ടിക്കണേ.
പറയൂ, പറയൂ. ഇതൊരു കോമഡി പീസാണ്. ഓക്കെ, ഇന്ന് എൻ്റെ അടുത്ത് നല്ലോണം സംസാരിക്കും, നാളെ സ്റ്റോറി ഇടും. ചിലപ്പോ എനിക്ക് എതിരായിരിക്കും, ചിലപ്പം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും. എനിക്ക് അറിഞ്ഞൂടെ എല്ലാവർക്കും കൺഫ്യൂഷൻ. അല്ല, തലേ ദിവസം വരെ നല്ലോണം സംസാരിച്ചിരിക്കും. ഇപ്പൊ ഞാൻ എന്താ പറയാന്നറിയോ, ഇനി നീ എന്റെ പേരെടുത്ത എന്നെ മേലെ വിളിച്ചു പോരുന്നത്. എനിക്ക് എന്നെ വിളിക്കൊക്കെ ചെയ്യും. എനിക്ക് എന്തോ ഒരു ഇഷ്ടം, ലൈക്ക് ഒരു സിസ്റ്ററിനെ പോലെയാണ്. എന്താ പറയാ, ഞാൻ ഒരുപാട് തല്ലുകൂടിയിട്ടുണ്ട്. എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ ഇരിക്കുമ്പോഴും എനിക്ക് അവളെ വിഷമിക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്കറിയില്ല, എനിക്ക് ഒരു 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 എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ് എനിക്ക് അവളെ. കുറേ തല്ലുകൂടിയിട്ടുണ്ട്, ഞാൻ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, ഒരുപാടല്ല, എന്നാലും കുറച്ചൊക്കെ ഇതൊക്കെ പറഞ്ഞു. പക്ഷേ അവൾ കരയുമ്പോൾ വിഷമിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ ഏതോ ഒരു സീനിലൊക്കെ അവളിങ്ങനെ ഹെൽത്ത് വൈസ് ഭയങ്കര വീക്കായ ടൈമിലൊക്കെ ഞാനവിടെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഒരു എപ്പിസോഡിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഗെയിം ഷോ ആണ്, നീ അതിനൊരു ഗെയിമായിട്ട് എടുക്കുക, അതിനിങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് നീ ഇങ്ങനെ നിന്റെ ഹെൽത്തിന് ഇല്ലാതാക്കില്ല. എനിക്ക് പേടിയാണ് അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, കാരണം ഈ ഷോ ഒരു 100 ദിവസം കഴിഞ്ഞാൽ കഴിയും. അത് കഴിഞ്ഞാലും അവൾ ഇനിയും അങ്ങോട്ടും നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പം ഞാൻ ഇങ്ങനെ പറയാറുണ്ട് അവളുടെ അടുത്ത്, അവനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ് അവളുടെ ഈ കോമഡികളും ഇങ്ങനത്തെ സംസാരം. ഇപ്പം കണ്ടില്ലേ 14 Pro Max ഒക്കെ. അതെ, 50 ലക്ഷം കിട്ടിയല്ലോ, 50 ലക്ഷം വെച്ചിട്ട് ഞാൻ എത്ര ട്രോൾ ഉണ്ടെന്നറിയോ. ഞാൻ കാണാത്ത മിക്ക വീഡിയോസ് ഇവളാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സെൻഡ് ചെയ്ത് മേലെ വേണ്ടി പോയത്. 50 ലക്ഷം എൻ്റെ അടുത്ത് കുറെ ഡാൻസിന്റെ വീഡിയോസ് സെൻഡ് ചെയ്ത് തരും, എന്തൊക്കെയൊക്കെയോ എന്റെ ട്രോളുകൾ കുറെ വീഡിയോസ് എനിക്ക് സെൻഡ് ചെയ്ത് തരും. ഞാൻ ഇത് ശരിക്കും തമാശക്ക് കാണിക്കുന്നതാണ്. ഇപ്പൊ തലേ ദിവസം സ്നേഹിച്ചിരുന്നിട്ട് പിറ്റേ ദിവസം സ്റ്റോറി എനിക്ക് അറിഞ്ഞൂടാ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ.